PSG എത്ര ഗോളിന് ജയിക്കും എന്ന് നോക്കിയാൽ മതി. മെറ്റ്ലൈഫ് സ്റ്റേഡിയം ക്ലബ് വേൾഡ് കപ്പ് കലാശപ്പോരിന് ഒരുങ്ങുമ്പോൾ പലരും തങ്ങളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ ഇങ്ങനെ കുറിച്ചിട്ടു. PSG ഡൊമിനന്റ് റൺ കണ്ട ഒരു സീസണിന് ശേഷം എൻസോ മരസ്കിയുടെ സംഘത്തിന് മുന്നിൽ ലൂയിസ് എൻറിക്കെ വീടുമെന്ന് കരുതാൻ ആർക്കുമെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് സംഭവിച്ചു. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അന്ന് യൂറോപ്യൻ ചാമ്പ്യന്മാരെ വീഴ്ത്തി ചെൽസി സകല പ്രഡിക്ഷനുകളെയും കാട്ടിൽ പറത്തി. ഫുട്ബോൾ അങ്ങനെയാണല്ലോ, സകല പ്രതീക്ഷകളുടെയും പ്രവചനങ്ങളുടെയും നേർ എതിർദിശയിൽ അത് സഞ്ചരിക്കുന്ന ചില സമയങ്ങളുണ്ട്. കോൺഫറൻസ് ലീഗും ക്ലബ് ലോകകപ്പും ഷെൽഫിലെത്തിച്ച് ഏറെ പ്രതീക്ഷയോടെയാണ് ചെൽസി സീസണിലേക്ക് കടന്നത്. എന്നാൽ സീസൺ അവസാനിക്കുമ്പോൾ ലീഗിൽ 10ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. ചാമ്പ്യൻസ് ലീഗിൽ ലൂച്ചോ ചെൽസിയോട് പകരം ചോദിച്ചു. റൗണ്ട് ഓഫ് 16 തന്നെ പുറത്തായി ബ്ലൂസ് ലണ്ടനിലേക്ക് മടങ്ങി. FA കപ്പിലായിരുന്നു അവസാന പ്രതീക്ഷ. എന്നാൽ കലാശപ്പോരിൽ അവർ സിറ്റിക്ക് മുന്നിൽ വീണു. കരബാവോ കപ്പിൽ സെമി വരെ എത്തി. എന്നാൽ ഗണ്ണേഴ്സിനോട് തോറ്റ് മടങ്ങേണ്ടി വന്നു. പ്രതീക്ഷ നൽകുന്ന പ്രകടനങ്ങളുമായാണ് ചെൽസി സീസൺ ആരംഭിച്ചത്. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചത് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. എന്നാൽ പ്രീമിയർ ലീഗിലെ ടീമിന്റെ പ്രകടനങ്ങളിൽ വലിയൊരു ഇൻകൺസിസ്റ്റൻസി നിഴലിച്ചു കടന്നു. മരസ്കിയുടെ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ തുടക്കത്തിൽ എഫക്റ്റീവ് ആയിരുന്നെങ്കിലും പിന്നീട് ടീം പതർന്നത് കണ്ടു. ബ്ലൂസ് പലപ്പോഴും സ്കോർ ചെയ്യാൻ മറന്നു. ശക്തരായ ടീമുകൾക്കെതിരെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുമ്പോൾ തങ്ങളെക്കാൾ താരതമ്യേന കരുത്തു കുറഞ്ഞ ടീമുകൾക്കെതിരെ പരാജയങ്ങൾ ഏറ്റുവാങ്ങി. സോഫ്റ്റ് ഗോളുകൾ വഴങ്ങുന്നത് ടീം പതിവാക്കി. കൗണ്ടർ അറ്റാക്കുകളെ ഡിഫെൻഡ് ചെയ്യുന്നതിലെ പാളിച്ചകൾ, ട്രാൻസിഷൻ സമയത്ത് നഷ്ടപ്പെടുന്ന ഡിഫൻസീവ് ഷേപ്പ്, ഇൻഡിവിജ്വൽ ബ്ലണ്ടറുകൾ, അങ്ങനെ പരാജയങ്ങളുടെ കാരണങ്ങൾ തേടിപ്പോയവർക്കൊക്കെ പല മറുപടികൾ ലഭിച്ചു. വിന്നിംഗ് പൊസിഷനിൽ നിന്ന് കളി കൈവിട്ട് 19 പോയിന്റുകളാണ് ടീം കഴിഞ്ഞ സീസണിൽ നഷ്ടപ്പെടുത്തിയത്. അതിൽ 17 പോയിന്റ് നഷ്ടമായത് ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് എന്നോർക്കണം. അനുഭവ സമ്പത്തിന്റെ അഭാവം ഈ വീഴ്ചകളിലൊക്കെ നേളിച്ചു കണ്ടു. അതിനിടയിൽ മരസ്കിയുടെ തൊപ്പി തെറിച്ചു. ലിയാം റൊസീനിയർ ചുമതല ഏറ്റെടുത്തു. എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. റോമൻ അബ്രാമോവിച്ച് ഇറക്കിയ ശേഷം 2022 ബ്ലൂകോ കൺസോർഷ്യം ചെൽസിയുടെ ഉടമസ്ഥത ഏറ്റെടുക്കുന്നത്. അന്ന് മുതൽക്കേ യങ് ടാലന്റുകളിൽ മാനേജ്മെന്റ് വല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാണാം. ഇക്കാലയളവിനിടക്ക് ടീം സൈൻ ചെയ്ത 40ഓളം താരങ്ങൾ 23 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ളവരാണ്. അതിൽ 30ഓളം പേർ 21 അതിൽ താഴെയുള്ളവരോ ആണ്. 24 പോയ സീസണിൽ ചെൽസി സ്റ്റാർട്ടിംഗ് 11ന്റെ ശരാശരി പ്രായം. എക്സ്പീരിയൻസിൽ വിശ്വാസം അർപ്പിക്കാത്ത മാനേജ്മെന്റിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. ചെൽസിയുടെ പരാജയ കാരണങ്ങൾ തേടിപ്പോയവർക്ക് ലഭിച്ച വലിയ റീസണുകളിൽ ഒന്നായിരുന്നു അത്. ലിയാം റൊസീനിയർക്ക് ബ്ലൂസിനൊപ്പം 1 വർഷം തികക്കാൻ പോലുമായില്ല. 2026 മെയ് 17 ചെൽസി തങ്ങളുടെ പുതിയ മാനേജറെ പ്രഖ്യാപിച്ചു. സാബിയർ അലോൺസോ ഒലാനോ. ബയർ ലെവർകുസനിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചെത്തിയ സാബി സാന്റിയാഗോ ബെർണബ്യൂവിന്റെ പടി ചവിട്ടുമ്പോൾ സൂപ്പർ താരങ്ങളുടെ ഈഗോകളെ അയാൾ എങ്ങനെ അതിജയിക്കും എന്നതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ എന്ന് സകലരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഫുട്ബോൾ പണ്ഡിറ്റുകളുടെയും ആരാധകരുടെയും ആശങ്കകൾ അസ്ഥാനത്തായില്ല. ഈഗോകൾക്ക് മുന്നിൽ തന്നെയാണ് സാബിക്ക് പിന്നീട് ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നത്. ലെവർകുസനിൽ അയാൾ ആ ക്രൈസിസ് അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല. ചെൽസിയിൽ അലോൺസോ ഒരു റീബിൽഡിംഗ് പ്രോസസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഹെഡ് കോച്ച് എന്ന ചുമതലയല്ല, മാനേജർ എന്ന ചുമതലയോടെയാണ് അലോൺസോ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് കാലെടുത്തു വച്ചത്. ടീമിന്റെ ട്രാൻസ്ഫറുകളിലൊക്കെ സാബിക്ക് കൃത്യമായ റോൾ മാനേജ്മെന്റ് അനുവദിച്ചു നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്കനുസൃതമായി ടീമിനെ പുനഃക്രമീകരിക്കുന്നതിൽ ചെൽസി ഒട്ടും സമയം കളഞ്ഞില്ല. യുവതാരങ്ങളെയും അവരുടെ ഭാവി സാധ്യതകളെയും മാത്രം ലക്ഷ്യമിട്ടുള്ള മുൻകാല റിക്രൂട്ട്മെന്റ് രീതികൾക്ക് പകരം എക്സ്പീരിയൻസ്ഡ് ആയ താരങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഒരു പുതിയ സമീപനമാണ് ഈ സമ്മർ ട്രാൻസ്ഫർ വിപണിയിൽ ക്ലബ് സ്വീകരിച്ചത്. മോർഗൻ റോജേഴ്സിനെ ആസ്റ്റൺ വില്ലയിൽ നിന്ന് തട്ടകത്തിലെത്തിച്ചതാണ് ടീം ഇക്കുറി നടത്തിയ ഏറ്റവും വിലപിടിപ്പുള്ള സൈനിങ്. 117 മില്യൺ പൗണ്ടാണ് ഈ ട്രാൻസ്ഫറിനായി ചെൽസി മുടക്കിയത്. ഒരു ബ്രിട്ടീഷ് താരത്തിന്റെ റെക്കോർഡ് സൈനിങ് ആണിത്. ബയർ ലെവർകുസനിൽ അലോൺസോയുടെ കീഴിൽ ഫ്ലോറിയാൻ വിറ്റ്സ് വഹിച്ചിരുന്ന റോളിലേക്ക്, അതായത് സ്ട്രൈക്കറിന് പിന്നിലായി കളിക്കുന്ന 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരിൽ ഒരാൾ, ഈ റോളിൽ തികച്ചും അനുയോജ്യനായ താരമായാണ് റോജേഴ്സ് വിലയിരുത്തപ്പെടുന്നത്. 10 ഗോളും 6 അസിസ്റ്റുമാണ് റോജേഴ്സ് പോയ സീസണിൽ ആസ്റ്റൺ വില്ല ജേഴ്സിയിൽ കുറിച്ചത്. സീസണിൽ ആസ്റ്റൺ വില്ല അതിരിൽ റോജേഴ്സിനേക്കാൾ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. കോൾ പാമറിനൊപ്പം ചേരുമ്പോൾ ഐസ് കോൾ സെലിബ്രേഷൻസ് ഇനി ഏറെ കാണാമെന്ന പ്രതീക്ഷയിലാണ് ചെൽസി ആരാധകർ. 2024 മെയ്യിൽ 39കാരനായ തിയാഗോ സിൽവ അവസാനമായി കളത്തിലിറങ്ങിയതിനു ശേഷം വിവിധ ടൂർണമെന്റുകളിലായി ചെൽസി കളിച്ച 129 മത്സരങ്ങളിൽ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു താരത്തിന് പോലും അവർ 1 മിനിറ്റ് പോലും ഗ്രൗണ്ടിൽ അവസരം നൽകിയിട്ടില്ല. ഹെൻഡേഴ്സന്റെയും വെൽബക്കിന്റെയും സൈനിങ്ങുകൾ ഇക്കുറി ആ കഥ മാറ്റിയെടുത്തു. പ്രീമിയർ ലീഗിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ് ഇരുവരും. 2 പേരും 400ലേറെ മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ ആകെ 863 മത്സരങ്ങളുടെ അനുഭവ സമ്പത്ത് ഇരുവർക്കുമടങ്ങിൽ കാണാം.
36-കാരനായ ഹെൻഡേഴ്സൺ ലിവർപൂളിനൊപ്പം വലിയൊരു കാലം പൂർത്തിയാക്കിയ മിഡ്ഫീൽഡറാണ്. ബ്രെൻഫോർഡിനൊപ്പം പോയ സീസണിൽ 38 ലീഗ് മത്സരങ്ങളിൽ 32ലും താരം കളത്തിലിറങ്ങി. 22 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തു. മൈതാനത്തും ഡ്രസ്സിംഗ് റൂമിലും അനുഭവ സമ്പത്തുള്ള ഒരു ലീഡറുടെ അഭാവം ചെൽസിക്ക് ഹെൻഡേഴ്സന്റെ വരവിലൂടെ നികത്താനാകും എന്നാണ് കരുതപ്പെടുന്നത്. ലിവർപൂൾ നിരയിലും അയാക്സിനുമൊപ്പം ക്യാപ്റ്റൻസി റോളിൽ ഉണ്ടായിരുന്ന ഹെൻഡേഴ്സന്റെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കാൻ തന്നെയാണ് സാബിയുടെ തീരുമാനം. ഓൺഫീൽഡ് മാനേജർ എന്നാണ് പലരും ഹെൻഡേഴ്സനെ വിശേഷിപ്പിക്കാറുള്ളത്. പ്രീമിയർ ലീഗിൽ തന്റെ 19ാം സീസണിലേക്ക് കടക്കുകയാണ് 35-കാരനായ വെൽബെക്ക്. പോയ സീസണിൽ ബ്രൈറ്റനായി 13 ഗോളുകളാണ് താരം കുറിച്ചത്. ഒരു പ്രീമിയർ ലീഗ് സീസണിൽ അത്രയും ഗോളുകൾ വെൽബെക്ക് കുറിക്കുന്നത് ഇതാദ്യമായാണ്, അതും തന്റെ 35ാം വയസ്സിൽ. പോയ സീസണിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ചെൽസിക്ക് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവ ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിലാണ് അവർക്ക് പലപ്പോഴും പിഴച്ചത്. വെൽബെക്കിന്റെ ആഡിങ് ഈ പ്രതിസന്ധി പരിഹരിക്കുമോ എന്ന് കണ്ടറിയണം. താരത്തിന്റെ അനുഭവ സമ്പത്തും ടീമിന് മുതൽക്കൂട്ടാവും. ഒഫൻസീവലി വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന വിംഗ് ബാക്ക് മാർക്കോ പലസ്ട്ര, ഡിഫൻസിലെ ക്രൈസുകൾക്ക് പരിഹാരമായി എത്തിയ ലാക്രോയിക്സ്, 19-കാരൻ വിങ്ങർ ജിയോവാനി ക്വൻഡ, അർജന്റീൻ വണ്ടർകിഡ് വാലന്റൈൻ ബാർക്കോ തുടങ്ങിയവരൊക്കെ ബ്ലൂസ് നിരയിലെ മികച്ച ആഡിങ്ങുകളായാണ് വിലയിരുത്തപ്പെടുന്നത്. നെവർകൂസൻ എന്ന് പലരും പരിഹസിച്ച ബാലവക്കൂസനിൽ അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കിയ സാബി ചെൽസിയിലും വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. റയൽ മാഡ്രിഡിനൊപ്പമുള്ള മാനേജീരിയൽ കാലത്തെ മുറിപ്പാട് എന്നാണ് സാബി കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത്. ഇപ്പോൾ അത് ഉണങ്ങിയെന്നും ചെൽസിയിൽ ഇരട്ടി ഊർജ്ജത്തോടെയാണ് ചുമതല ഏറ്റെടുത്തത് എന്നും സാബി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി സാബി ഇറക്ക് ഫസ്റ്റ് വിസിൽ മുടങ്ങാനുള്ള കാത്തിരിപ്പിലാണ് ചെൽസി ആരാധകർ.